ഹലോ, ഇത് എൻ്റെ ഇത്തവണത്തെ ഒരു വിഷു വ്ളോഗാണേ. എല്ലാ തവണത്തേതും പോലെ അമ്മ വിഷുക്കണിക്ക് ഒരുക്കി വെച്ച് എല്ലാവരെയും വന്ന് വിളിച്ചുണർത്തി കണ്ണൊക്കെ പൊത്തിയിട്ടാണ് കണി കാണിക്കാൻ കൊണ്ടുപോകാറ്. ഇത്തവണയും അത് പതിവ് പോലെ തന്നെ നടന്നു. ഏറ്റവും അവസാനം കണി കാണാൻ കൊണ്ടുവന്നത് ഇച്ചൂനെയായിരുന്നു. അത് കണ്ണേട്ടനാണ് കൊണ്ടുവന്നത്. ആദ്യം അവൾ അത്ര ഓക്കെ അല്ലായിരുന്നു, പെട്ടെന്ന് തന്നെ കണ്ണ് തുറന്നതിൽ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ആൾ ഓക്കെ ആയി അവിടെ ഇരുന്ന് തൊഴുത് പ്രാർത്ഥിച്ച് കുറച്ച് നേരം അവിടെ കണിയൊക്കെ നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ അപ്പൂസിനെ കുറേ തവണ കണി കാണിക്കാൻ വേണ്ടി വിളിച്ചു. പക്ഷെ അവനും ഇതിലൊന്നും വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് അവൻ കയറി വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്തവണത്തെ വിഷുവിന് ഏറ്റവും സങ്കടകരമായ കാര്യം, ഇച്ചു ഇങ്ങനെ നന്നായി തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ കണി വെച്ച ശേഷമുള്ള കോമ്പല പൊട്ടിച്ചതാണ്. ആളൊന്നും വല്ലാതെ ഞെട്ടിപ്പോയി. അത് വല്ലാത്തൊരു സങ്കടമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പടക്കം കത്തിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് പടക്കമൊക്കെ കത്തിച്ചു. കുക്കു ഇല്ലാത്തതാണ് ഇതിലൊരു മിസ്സിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. കുക്കുവിന് തീരെ വയ്യാത്തതുകൊണ്ട് ഇത്തവണയും കുക്കു വന്നിട്ടില്ല. പിന്നെ അതിന് ശേഷം നമുക്കിതൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകണം. അതിനുള്ള ഒരുക്കത്തിലേക്കാണ് കടക്കുന്നത്. പക്ഷേ പടക്കൊന്ന് തീർന്നിട്ട് വേണ്ടേ അമ്പലത്തിലേക്ക് ഒരുങ്ങാൻ. അപ്പം പകുതി മുക്കാൽ പടകം പൊട്ടിച്ചപ്പോഴേക്ക് അപ്പൂസ് സൈഡായിട്ടുണ്ട്. ആളതിൻ്റെ ഇടയിലൊക്കെ ഓടി നടന്ന് ക്ഷീണിച്ചിട്ടുള്ള കിടപ്പാണിത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇനി നമുക്ക് എല്ലാവർക്കും കൂടി അമ്പലത്തിൽ പോകണം. ഞാനും അമ്മയും അച്ഛനും കണ്ണേട്ടനും എല്ലാവരും ഒന്നിച്ച് അമ്പലത്തിൽ പോകാനാട്ടോ പ്ലാൻ ചെയ്ത്. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് അടുക്കള പോയി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അടുക്കളയിൽ അമ്മ സദ്യവട്ടത്തിനുള്ള എല്ലാ സാധനവും ഒരുക്കി വെച്ചിട്ടുണ്ട്. പയറും പരിപ്പൊക്കെ വെള്ളത്തിലിട്ടു. ഞാനിതാ മാറ്റി കുളിച്ചൊരുങ്ങാൻ വിചാരിച്ച് കയറിയതാണ്. പക്ഷേ എൻ്റെ സാരി എടുക്കൽ കഴിയാത്തത് കൊണ്ട് തന്നെ അമ്മയും അച്ഛനും ഇച്ചൂനും കൂട്ടി അമ്പലത്തിലേക്ക് വിട്ടു. എങ്ങനെ സാരി എടുത്ത് നോക്കിയിട്ടും എനിക്കത് അങ്ങോട്ട് സെറ്റാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ നിവർത്തികേട് കൊണ്ട് ഞാനും കണ്ണേട്ടനും ബൈക്കിൽ പോകാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അമ്പലത്തിലെത്തുമ്പോഴേക്ക് അമ്മയും അച്ഛനും തൊഴുത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വേറൊരു പ്ലാനും കൂടി ഉണ്ടായിരുന്നു, നമ്മളെ തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിലും കൂടി പോകാൻ. അതുകൊണ്ട് തന്നെ ഇച്ചുവിനെയും കൊണ്ട് അവിടെ പോകാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴേക്ക് ഇച്ചുത ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് അവളെ കിടത്തിയ ശേഷമാണ് നമ്മൾ രണ്ടുപേരും കൂടി പോയത്. 2 സ്ഥലത്തു നിന്ന് നമുക്ക് കൈനീട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ തിരിച്ചു വന്ന് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇവിടെ എല്ലാ അൻറതിക്കും വിഷു ഓണത്തിനൊക്കെ പുട്ട്, പഴം, പപ്പടം അതിവിടെ സ്ഥിരമാട്ടോ. അങ്ങനെയാണ് ഇവിടെ ഉണ്ടാവാറ്. അമ്മ നേരത്തെ തന്നെ തുടങ്ങിയത് കൊണ്ട് പകുതിയോളം സദ്യക്കുള്ള വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറിയ തോതിലൊന്ന് അല്ലറ ചില്ലറ സഹായങ്ങൾ ചെയ്തു കൊടുത്തു. തേങ്ങ ചെരുവുക, ഉപ്പേരിക്കരിയ, പായസം വെക്കുക, ഇതൊക്കെയായിരുന്നു എൻ്റെ പണി. പിന്നെ കുറച്ച് പാത്രം തേക്കാനും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തപ്പോഴേക്ക് ഏകദേശം 12:30 അടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ സംഭവങ്ങളും ഇതാ സെറ്റാക്കി ഇങ്ങനെ നിരയായിട്ട് ഇവിടെ പാത്രത്തിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി മേശപ്പുറത്തേക്ക് എടുത്ത് വെച്ച് നമുക്ക് അങ്ങോട്ട് ഉണ്ടാ മാത്രം മതി. എൻ്റെ പായസം ഇവിടെ നിന്ന് തിളച്ചുകൊണ്ട് ഇത്തവണ ഈസ്റ്റേണിൻ്റെ പാലട മിക്സ് വെച്ചിട്ടുള്ള പാലട പായസമാണ് ഉണ്ടാക്കുന്നത്. എല്ലാ തവണയും മിൽമയുടെ പായസം മിക്സ് ആട്ടോ നമ്മൾ യൂസ് ചെയ്യാറ്. പിന്നെ നമ്മൾ എല്ലാവർക്കുള്ള ഇലയൊക്കെ ഇട്ടിട്ടുണ്ട്. അച്ഛനും അമ്മയാണ് ഇലയിട്ട് വിളമ്പി തരാറ്. അങ്ങനെ അവരതൊക്കെ ചെയ്തു. ഇത്തവണത്തെ പുതിയൊരാളും കൂടി ഇട്ടോ. നമ്മുടെ കൂടെ മേശയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ഇരുന്ന് കഴിക്കലും തുടങ്ങി. അത് കഴിഞ്ഞ് എല്ലും പരത്തലും തുടങ്ങിയിട്ടുണ്ട്. നമ്മളെല്ലാവരും ഫുഡ് കഴിച്ച് എണീക്കുന്നതിന് മുമ്പ് ഇച്ചുൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയിലൊരു പടക്കം പൊട്ടിക്കലുണ്ടാവില്ലേ, കണി വെക്കുമ്പം ഫുഡ് കഴിക്കുമ്പം, അങ്ങനെ കുറച്ച് ചിട്ടയിലാണല്ലോ നമ്മൾ പടക്കം പൊട്ടിക്കുക. അങ്ങനെ ആ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ ശേഷം ഞാനും ഇച്ചും കണ്ണേട്ടനും കൂടി എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഉച്ച കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഇങ്ങോട്ടാണ് തിരിക്കാറ്. ഇനി ഞങ്ങളെ പിറ്റേ ദിവസം വൈകുന്നേരം പ്രതീക്ഷിച്ചാൽ മതി. അതുവരെ ഞങ്ങൾ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് കേട്ടോ എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്ന കണി. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം പടക്കമൊക്കെ പൊട്ടിച്ച് തിരിച്ച് കണ്ണേട്ടൻ വീട്ടിലോട്ട് തന്നെ പോവും. പിന്നെ ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട് അടുത്ത ദിവസമാണ് വരിക. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഇത്തവണത്തെ എൻ്റെ വിഷു ഉണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ.